വളരെ സങ്കടം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ. കാരണം നിങ്ങൾ അയാളെ വിളിച്ച സമയത്ത് അയാൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ്, ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരിതാണ് കിട്ടിയത്. പക്ഷെ നാണവും മാനവും ഇല്ലാത്ത അമ്പല കമ്മിറ്റിയോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒരാളുടെ വിശ്വാസത്തെയാണ് ഇമാതിരി ചെറ്റത്തരം കൊണ്ട് കാണിക്കുന്നത്. അല്ലാതെ അവരവരെ വിശ്വാസങ്ങള് അവരവർക്ക് വേണ്ടുന്ന വിധത്തിൽ, അതായത് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഈ നബിദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തുന്ന ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത്, ശരിക്കും പറഞ്ഞ പേക്കൂത്ത് തന്നെയാണ്. ഒരു ക്ഷേത്രത്തിന്റെ അകത്ത് നടത്തുന്ന ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്ക് വിശ്വാസമില്ലായ്മയായ അതായത് സഖാക്കന്മാരായിരിക്കും ആ ക്ഷേത്രം ഭരിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തിലെ സഖാക്കന്മാരോടാണ് ഒരു കാര്യം ചോദിക്കാൻ, നിനക്കൊക്കെ നാണവും മാനവും ഇല്ലേ? പക്ഷെ എന്ത് വിധത്തിലാണ് നിങ്ങൾ ഈ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നത്? നമ്മൾ ഹിന്ദുക്കളെ എന്ത് ചെയ്തു കഴിഞ്ഞാലും, എന്ത് ചവിട്ടി അരച്ചു കഴിഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് ശുദ്ധ തെമ്മാടിത്തരാണെന്ന് ഞാൻ പറയും. നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി മരിച്ചിട്ട് നിർത്താതെ പോയ ആ ഡോക്ടറും അതുപോലെ തന്നെ ആ പെണ്ണും, ലേഡിയും ഡോക്ടറാണ്. അപ്പം ആ ലേഡി ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ആ ഹിന്ദു പെൺകുട്ടി 2 മാസം കൊണ്ട് ഈവന് 8 ലക്ഷം രൂപയോളം കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തു തന്നെ ആയാലും ഇങ്ങനെയുള്ള ജിഹാദികള് കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ജിഹാദികളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു വർഗീയതയായിട്ട് തോന്നാം. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഇമാതിരി പേക്കൂതുകൾക്ക് ഒരാളും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്ന് നല്ല വൃത്തിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നത്. പൂത്തുലഞ്ഞ മതേതരത്വം വാടിപ്പോവാതെ കാത്തു സൂക്ഷിക്കാന് ഈ പുലമന്തോള് പാലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദഫ്മുട്ട്, വാവ് സൂപ്പർ. ഇനി തൈപ്പൂയ കാവടിയാട്ടമൊക്കെ മസ്ജിദിൽ വെച്ച് നടത്തുമായിരിക്കും. അല്ല സുഹൃത്തുക്കളെ, മലപ്പുറത്തുള്ള സുഹൃത്തുക്കളോടാണ് ചോദിക്കുന്നത്, നടത്താൻ പറ്റുമോ? RSS ശാഖ അമ്പലത്തിൽ വെച്ച് നടത്താൻ പാടില്ല, പക്ഷെ ദഫ്മുട്ടൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്താം. എന്താ മതേതരത്വം? വാവ് സൂപ്പർ മതേതരത്വം. ഈ മെക്കയെയും മദീനയെയും പറ്റിയിട്ട് പുകഴ്ത്തി പാടാനുള്ളൊരു സ്ഥലമാണ് ഈ ക്ഷേത്രം. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തന്തയില്ലായ്മത്തരം കാണിച്ചവർക്കെതിരെ പ്രതികരിച്ചിരുന്നതിന് പിന്നെ നമ്മളൊക്കെ എന്ത് ഹിന്ദുക്കളാണോ? കഷ്ടം തന്നെ. ഒന്നേ പറയാനല്ലേ, വിനാശകാല വിപരീത ബുദ്ധി. അത് കുറച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മള് പൊതുവെ ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും എടുക്കാത്തതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ കുറെ പേര് ചെയ്തത് കണ്ടു. അപ്പൊ എന്താണ്, അതായത് സാധാരണ നമ്മൾ കാണാറുണ്ട് ഈ നബിദിനായി കഴിഞ്ഞാല് ഈ നബിദിന റാലിയിൽ ഹിന്ദു മുസ്ലിം അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് അവര് വന്ന് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ചടങ്ങുകളില്ല, ചടങ്ങുകളല്ല കുറെ മാമൂലുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ശ്രീകൃഷ്ണ ജയന്തിന്റെ സമയത്ത് കുറെ മുസ്ലിം അമ്മമാര് കുട്ടികളെ എന്താ പറയുക നമ്മുടെ കണ്ണന്റെ വേഷമൊക്കെ കെട്ടിച്ച് അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതില് ഘോഷയാത്ര നമ്മളെ എന്താ ഗോകുലം വരുന്ന സമയത്ത് അവർക്കുള്ള ഫുഡ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ചില സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാറുണ്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഗ്രൗണ്ടുകളായിട്ടും അല്ലാതെയായിട്ടും. ഇതിലൊന്നും ഇത്രയും കാലം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഇത്രയും വർഷങ്ങളായിട്ടൊന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടാവാറുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞ നല്ല കാര്യമായിട്ടാണ് ഇപ്പൊ കാണാറ്. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പായത്ത് ഭയങ്കര മതസൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നല്ല കാര്യം, അതായത് മതസൗഹാർദ്ദമാണല്ലോ പറയുന്നത്, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചായിട്ടാണ് അതിനെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറെ ആളുകൾ പുറത്തോട്ട് വരുന്നത്. ഇവരുടെ വീഡിയോ ഞാൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ, ഞാൻ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. കുറെ പേര് എനിക്ക് അയച്ചു തരാറുണ്ട് ഈ വീഡിയോ, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട്. ഇവര് ഞാൻ എടുത്തു നോക്കുമ്പം ഇവര് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് എന്താ പറയുക വീഡിയോ ഒക്കെ റീച്ച് പോകുന്ന ഒരാളാണ് ഇവര്. അപ്പൊ ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെയാണ്, കുത്തിത്തിരിപ്പും മുന്നായ്മയും മാത്രം, വേറെ ഒന്നുമില്ല. അതും മതത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പ്, വേറെ പ്രത്യേകിച്ചൊന്നും അതിലില്ല. പക്ക ശുദ്ധ കുത്തിത്തിരിപ്പുകളാണ് മൊത്തം. എന്താ പറയാ, ഹിന്ദു മുസ്ലിമിനെ തമ്മിൽ അടുപ്പിക്കാനുള്ള വാക്കുകൾ മാത്രമേ ഇവരെ വായിന്ന് വരാറുള്ളൂ. ഇങ്ങനെ ഭയങ്കര രസം. കുറെ വീഡിയോസ് കാണാൻ നിങ്ങൾ എന്തൊക്കെ തെറിയ വിളിച്ച് പറയുന്നല്ലോ, അതായത് മുസ്ലിം ഹിന്ദു ഇവര് തമ്മിൽ അങ്ങ് അടിച്ചങ്ങോട്ട് ചാവണം എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമേ ഇവരെ വായിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ കേട്ടില്ല ഇപ്പൊ കണ്ടത്, അതായത് ഇപ്പൊ കണ്ടതും അത് തന്നെയാണ്. ആ അമ്പലത്തില് ആ അമ്പല കമ്മിറ്റിക്ക് അവിടുത്തെ നാട്ടുകാർക്ക് ഇതൊന്നും പ്രശ്നമില്ല. ഈ അമ്പലത്തിന്റെ കുറച്ച് സ്ഥലത്ത് ഈ പറഞ്ഞ ദഫ്മുട്ടും നബിദിനത്തിന്റെ ഭാഗമായിട്ട് ദഫ്മുട്ടും കാര്യങ്ങളും നടന്നതിൽ ആ നാട്ടുകാർക്കോ അമ്പല കമ്മിറ്റിക്കോ ദേവസ്വത്തിനോ മുസ്ലിമിനോ ഹിന്ദുവിനോ അവിടെ ഒരു കുഴപ്പമില്ല.
ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഇവരാണ് ഹിന്ദുക്കളെ ഉണരൂ ഹിന്ദു ഉണരൂ ആഹ്വാനം ചെയ്യാണ് ഹിന്ദുക്കളെ നിങ്ങൾ എല്ലാവരും കൂടെ എണീറ്റ് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പൊള്ളിക്കണത് തകർത്തം കൈക്ക് കൊടുക്കണം. അപ്പൊ ഇതുപോലത്തെ ചീറ്റുന്ന ജീവികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാണ്ട് ഈ ചെറിയ അപ്പോഴും ഇപ്പോഴും വരുന്ന ആൾക്കാരെ നോക്കണ്ട. പണ്ട് ശശികല ടീച്ചറായിരുന്നു, ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, പല്ല് ഒഴിഞ്ഞോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ അങ്ങനെ പുറത്തോട്ടൊന്നും വരാറും അത്രയും പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നു ഒരു സ്വയബോധം വന്ന് കാണും ചിലപ്പോ. ഇപ്പം ഇതുപോലത്തെ കുറച്ച് വേറെ പുതിയ എണ്ണം വന്നിട്ടുണ്ട്. ചില കുറച്ച് പേരുണ്ടല്ലോ, എന്തൊരു ടീച്ചറൊക്കെ ഇല്ല, എന്താ ടീച്ചർ എന്ന പേര് കേൾക്കുന്നുണ്ട്, അറിയില്ല ടീച്ചറാണോ വേറെ വല്ലതും ആണോ എന്നൊക്കെ ഉള്ളത്. അതായത് എക്സ് മുസ്ലിം ആയിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വന്നിട്ട് ഹിന്ദുവിനും മുസ്ലിമും തമ്മിൽ അടുപ്പിക്കുന്ന അത്തരത്തിലുള്ള ജീവികളുണ്ട്. ആ ഒരു ജന്തു, ഇത്തരത്തിലുള്ള ജന്തുക്കളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിന്റെ ഇപ്പം വിപത്ത് എന്ന് പറയുന്നത്. അതല്ലാണ്ട് മുസ്ലിമോ ഹിന്ദുവോ സംഘികളോ അല്ലെങ്കിൽ SDP-യോ മുസ്ലിം ലീഗോ ഇവരൊന്നും അല്ല, BJP-ക്കാരൊന്നും അല്ല. ഈ കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറെ ജന്തുക്കളുണ്ട്. എല്ലാ കൂട്ടത്തിലും എല്ലാത്തിനും ഉണ്ടാവില്ല, ചില ചത്തതും അല്ലെങ്കിൽ ചീഞ്ഞതുമായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ വ്യക്തികളാണ് ഈ ഇടയിൽ കിടന്നിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും ചീച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് ചീഞ്ഞാൽ മതിയല്ല, മൊത്തം ചെയ്യാൻ ഇങ്ങനത്തെ ഒന്ന് മതി. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പിടിച്ച് അപ്പുറത്തേക്ക് എറിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ മുസ്ലിമിനും കുഴപ്പമില്ല, ഹിന്ദുവിനും കുഴപ്പമില്ല, നബിദിനോ നിങ്ങൾ എന്താ ശ്രീകൃഷ്ണ ജയന്തിയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആഘോഷിച്ചോ, അത് എവിടുന്ന് വേണമെങ്കിലും ആഘോഷിച്ചോ, ആർക്കും കുഴപ്പമില്ലാത്തടത്തോളം കാലം. കഷ്ടം.